അമ്മ അക്ഷതൃതീയ എന്ന് വെച്ചാ എന്താ? ആഹാ, അപ്പൊ നീ ഇന്നലെ മുത്തശ്ശി പറഞ്ഞൊക്കെ മറന്നുപോയോ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ ചേച്ചി ഒന്നും കൂടി പറഞ്ഞു തരുവോ? അക്ഷയതൃതീയ എന്ന് പറഞ്ഞാൽ സർവ്വ ഐശ്വര്യത്തിന്റെ ദിവസമാണ്. നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ പറ്റിയ ദിവസമാണ്. പിന്നെ അത് മാത്രമല്ല, പ്രധാനം ഈ ദിവസം സ്വർണം വാങ്ങിയാൽ സർവ്വസമ്പത്തും സർവ്വ ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് കാലാകാലങ്ങളായിട്ടുള്ള വിശ്വാസം. ഇപ്പഴും ചേച്ചി ഇതൊക്കെ വിശ്വസിക്കാറുണ്ടോ? നോക്കി എനിക്ക് തോന്നും, പക്ഷെ ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാ ഈ മാല കണ്ടില്ലേ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം അക്ഷയതൃതീയക്ക് ഭീമേന്ന് മേടിച്ചതാ. അന്ന് ഇത് പവനൊരു 50,000 ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 70,000. അപ്പൊ എങ്ങനെ, ലാഭമാണോ നഷ്ടമാണോ? അപ്പൊ ലാഭം. അപ്പൊ അത്രയുള്ള കാര്യം. ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ഇതിനൊരു പോസിറ്റീവ് കാര്യമായിട്ട് എടുക്കാം. ആർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ലാഭമല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചിക്ക് മാത്രം മതിയോ ഈ ഐശ്വര്യം പോസിറ്റിവിറ്റി ഒക്കെ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? എനിക്ക് മാത്രം ആരും സ്വർണവും ഗിഫ്റ്റും ഒന്നും തന്നിട്ടില്ലല്ലോ. ആഹാ, അപ്പൊ അതാണ് ഈ പിണക്കത്തിന്റെ കാര്യം. ആര് മറന്നാലും നിന്നെ ഞാൻ മറക്കോ? ഒരു മിനിറ്റ്. ഹായ്, കൊള്ളാലോ. 100 വർഷത്തെ പാരമ്പര്യമുണ്ട് ഭീമയുടെ സ്വർണ്ണാഭരണങ്ങൾ. അപ്പൊ ഇതിലും വലിയ സമ്മാനം നിനക്കിത് തരാനില്ല. അക്ഷയ തൃതീയ ഐശ്വര്യ തൃതീയയാകുന്നു ഭീമയുടെ വാഗ്ദാനം.